9/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ സത്യമായ ബാബയിലൂടെ സത്യമായ കാര്യങ്ങൾ കേട്ട് പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കർത്തവ്യമാണ് സർവരെയും അന്ധകാരത്തിൽ നിന്നും മാറ്റി പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ആരെയെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുമ്പോൾ ഏതൊരു കാര്യം തീർച്ചയായും ഓർമ്മ വയ്ക്കണം? ഉത്തരം: മുഖത്തിലൂടെ വീണ്ടും വീണ്ടും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. ഇതിലൂടെ തൻ്റേതാണെന്ന ഭാവം സമാപ്തമാകും, സമ്പത്തും ഓർമ്മയുണ്ടായിരിക്കും. ബാബ എന്ന് പറയുന്നതിലൂടെ സർവവ്യാപിയുടെ ജ്ഞാനം ആദ്യമേ തന്നെ ഇല്ലാതാകുന്നു. അഥവാ ഭഗവാൻ സർവവ്യാപിയാണ് എന്നാരെങ്കിലും പറയുകയാണ് എങ്കിൽ പിതാവ് സർവരുടെയും ഉള്ളിലുണ്ടാവുക എങ്ങനെ സാധ്യമാകും എന്ന് പറയും. ഗീതം: ഇന്ന് അന്ധകാരത്തിലാണ് മനുഷ്യൻ. ഓം ശാന്തി. കുട്ടികൾ എന്താണ് പറഞ്ഞത്? ആരെയാണ് വിളിച്ചത്? ഹേ ജ്ഞാനത്തിൻ്റെ സാഗരമേ, അഥവാ ഹേ ജ്ഞാനസൂര്യനായ ബാബ. ഭഗവാനെ ബാബ എന്ന് പറയുന്നുവല്ലോ. ഭഗവാൻ പിതാവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുട്ടികളാണ്. കുട്ടികൾ പറയുന്നു, നമ്മൾ അന്ധകാരത്തിൽ വന്ന് പതിച്ചിരിക്കുന്നു. താങ്കൾ നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകൂ. ബാബ എന്ന് പറയുന്നതിലൂടെ സിദ്ധമാകുന്നത് പിതാവിനെ ആണ് വിളിക്കുന്നത് എന്നാണ്. ബാബ എന്ന വാക്ക് പറയുന്നതിലൂടെ സ്നേഹവും വരുന്നു. കാരണം പിതാവിൽ നിന്നും സമ്പത്ത് എടുക്കാറുണ്ട്. കേവലം ഈശ്വരൻ എന്നോ പ്രഭു എന്നോ പറയുന്നതിലൂടെ പിതാവിൻ്റെ സമ്പത്തിൻ്റെ രസം വരുന്നില്ല. ബാബ എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ഓർമ്മ വരുന്നു. നിങ്ങൾ വിളിക്കുന്നുണ്ട്, ബാബ, നമ്മൾ അന്ധകാരത്തിൽ വന്ന് പതിച്ചിരിക്കുന്നു. അങ്ങ് ഇപ്പോൾ നമ്മളെ വീണ്ടും ജ്ഞാനത്തിലൂടെ നമ്മുടെ ദീപം തെളിയിക്കൂ. കാരണം ആത്മാക്കളുടെ ദീപം അണഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ 12 ദിവസം ദീപം തെളിക്കുന്നു. ദീപം അണഞ്ഞു പോകാതിരിക്കുന്നതിനായി ഒരാൾ നെയ്യൊഴിക്കുവാനായി ഇരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭാരതവാസികളായ നിങ്ങൾ പ്രകാശത്തിൽ, അതായത് പകലിലായിരുന്നു. ഇപ്പോൾ രാത്രിയിലാണ്. 12 മണിക്കൂർ പകൽ, 12 മണിക്കൂർ രാത്രി. അതാണ് പരിധിയുള്ള കാര്യം. ഇതാകട്ടെ പരിധിയില്ലാത്ത പകലും പരിധിയില്ലാത്ത രാത്രിയുമാണ്. ഇതിനെ പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകൽ, സത്യയുഗവും ത്രേതായും. ബ്രഹ്മാവിൻ്റെ രാത്രി, ദ്വാപരയും കലിയുഗവും. രാത്രിയിൽ അന്ധകാരമുണ്ട്. മനുഷ്യർ കാൽ തട്ടി വീഴുന്നു. ഭഗവാനെ അന്വേഷിക്കുന്നതിനായി 4 ഭാഗത്തും ചുറ്റിത്തിരിയുന്നു. എന്നാൽ പരമാത്മാവിനെ നേടുവാൻ സാധിക്കുന്നില്ല. പരമാത്മാവിനെ നേടുന്നതിനായാണ് ഭക്തി ചെയ്യുന്നത്. ദ്വാപരം മുതൽ ഭക്തി ആരംഭിക്കുന്നു, അതായത് രാവണ രാജ്യം ആരംഭിക്കുന്നു. ദസറയുടെയും ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോറി എപ്പോഴും മനോമയമായത് ഉണ്ടാക്കുന്നു. എങ്ങനെയാണോ ബയോസ്കോപ്പ്, അതായത് സിനിമയും നാടകവും മറ്റും ഉണ്ടാക്കുന്നത്, അതുപോലെ ശ്രീമദ് ഭഗവത്ഗീത സത്യം തന്നെയാണ്. പരമാത്മാവ് കുട്ടികളെ രാജയോഗം പഠിപ്പിച്ചു, രാജപദം നൽകി. പിന്നെ ഭക്തിമാർഗത്തിലിരുന്ന് സ്റ്റോറി ഉണ്ടാക്കുന്നു. വ്യാസൻ ഗീത ഉണ്ടാക്കി, അതായത് സ്റ്റോറി ഉണ്ടാക്കി. സത്യമായ കാര്യം ബാബയിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ബാബ ബാബ എന്ന് പറയേണ്ടതാണ്. പരമാത്മാവ് നമ്മുടെ ബാബയാണ്, പുതിയ ലോകത്തിൻ്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കേണ്ടതാണ്. ഇപ്പോഴാണെങ്കിൽ 84 ജന്മങ്ങളെടുത്ത് നമ്മൾ നരകത്തിൽ വന്ന് പതിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ഭാരതവാസികൾ സൂര്യവംശിയും ചന്ദ്രവംശിയുമായിരുന്നു. വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല.
അതിനെ സ്വർഗം അഥവാ കൃഷ്ണപുരി എന്ന് പറയുന്നു. ഇവിടെയാണ് കംസപുരി. ബാബ് ദാദ ഓർമ്മ വരുത്തുന്നു. ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം, പതീത പാവനൻ, അല്ലാതെ ജലത്തിൻ്റെ ഗംഗയല്ല. എല്ലാ ബ്രൈഡ്സിൻ്റെയും ബ്രൈഡ് ഗ്രൂം ഒരേ ഒരു ഭഗവാനാണ്. ഇത് മനുഷ്യർക്കറിയില്ല. അതിനാൽ ചോദിക്കുന്നു, ആത്മാവിൻ്റെ അച്ഛൻ ആരാണ്? അപ്പോൾ കുഴുങ്ങിപ്പോകുന്നു, നമുക്കറിയില്ല എന്ന് പറയുന്നു. ഹേ ആത്മാവേ, സ്വന്തം പിതാവിനെ നിങ്ങൾ അറിയുന്നില്ലേ? ഗോഡ് ഫാദർ എന്ന് പറയുന്നു. പിന്നെ ചോദിക്കുന്നു, ആ ഒന്നിൻ്റെ നാമവും രൂപവും എന്താണ്? ഗോഡിനെ തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ പറയും സർവവ്യാപിയാണ് എന്ന്. കുട്ടികളുടെ അച്ഛൻ എപ്പോഴെങ്കിലും സർവവ്യാപിയായിരിക്കുമോ? രാവണൻ്റെ ആസുരീയ മതമനുസരിച്ച് എത്ര അവിവേകിയായി മാറുന്നു. ദേഹാഭിമാനമാണ് നമ്പർ 1. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇന്നയാളാണ് എന്ന് പറയുന്നു. ഇത് ശരീരത്തിൻ്റെ കാര്യമായി. യഥാർത്ഥത്തിൽ സ്വയം ആരാണ് ഇതറിയുന്നില്ല. ഞാൻ ജഡ്ജാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് തെറ്റാണ്. ഞാനും എൻ്റേതും ഇവ 2 വസ്തുക്കളാണ്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. നാമം ശരീരത്തിനാണ് വരുന്നത്. ആത്മാവിന് ഏതെങ്കിലും നാമം വയ്ക്കപ്പെടുന്നില്ല. ബാബ പറയുന്നു, എൻ്റെ നാമം ശിവൻ എന്ന് തന്നെയാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. ഇപ്പോൾ നിരാകാരൻ്റെ ജയന്തി എങ്ങനെ സാധ്യമാകും? ആ ഒന്ന് ആരിൽ വരുന്നു? ഇതാർക്കും അറിയില്ല. സർവ ആത്മാക്കളുടെയും നാമം ആത്മാവ് എന്ന് തന്നെയാണ്. പരമാത്മാവിൻ്റെ നാമമാണ് ശിവൻ. ബാക്കിയെല്ലാം സാലിഗ്രാമം ആണ്. ആത്മാക്കൾ കുട്ടികളാണ്. ഒരു ശിവൻ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിനെ സർവരും വിളിക്കുന്നു, വന്ന് നമ്മളെ പാവനമാക്കൂ, നമ്മൾ ദുഃഖിതരാണ്. ആത്മാവാണ് വിളിക്കുന്നത്. ദുഃഖത്തിൽ സർവ കുട്ടികളും ഓർമ്മിക്കുന്നു. പിന്നെ ഇതേ കുട്ടികൾ സുഖത്തിൽ കഴിയുമ്പോൾ ആരും തന്നെ ഓർമ്മിക്കുന്നില്ല. ദുഃഖിതനാക്കിയത് രാവണനാണ്. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു, ഈ രാവണൻ നിങ്ങളുടെ പഴയ ശത്രുവാണ്. ഡ്രാമയിൽ ഈ കളിയും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും അന്ധകാരത്തിലാണ്. അതിനാൽ വിളിക്കുന്നു, ഹേ ജ്ഞാനസൂര്യ വരൂ, നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകൂ. ഭാരതം സുഖധാമമായിരുന്നു. അപ്പോൾ ആരും വിളിച്ചിരുന്നില്ല. അപ്രാപ്തമായ ഏതെങ്കിലും വസ്തു ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു, ഹേ ശാന്തി ദേവ എന്ന്. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തി നിങ്ങളുടെ സ്വധർമ്മമാണ്, കഴുത്തിലെ മാലയാണ്. ആത്മാവ് ശാന്തിധാം നിവാസിയാണ്. ശാന്തിധാമത്തിൽ നിന്നും പിന്നെ സുഖധാമത്തിലേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമാണ്. നിങ്ങൾക്ക് നിലവിളിക്കേണ്ടി വരുന്നില്ല. ദുഃഖത്തിലാണ് നിലവിളിക്കുന്നത്. ദയവ് കാണിക്കൂ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബ വരൂ. ശിവ് ബാബ, മധുരമായ ബാബ വീണ്ടും വരൂ എന്നെല്ലാം. തീർച്ചയായും വരുന്നുണ്ട്. അതിനാലാണ് ശിവജയന്തി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ സ്വർഗത്തിലെ പ്രിൻസാണ്. കൃഷ്ണൻ്റെയും ജയന്തി ആഘോഷിക്കുന്നു. പക്ഷേ കൃഷ്ണൻ എപ്പോൾ വന്നു ഇതാർക്കും അറിയില്ല. രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണനാകുന്നത്. ഇതാർക്കും അറിയില്ല. മനുഷ്യർ തന്നെയാണ് വിളിക്കുന്നത്, ഓ ഗോഡ് ഫാദർ. ശരി, ആ ഒന്നിൻ്റെ നാമവും രൂപവും എന്താണ്? അപ്പോൾ പറയും, നാമരൂപത്തിൽ നിന്നും വേറിട്ടവനാണ് എന്ന്. നിങ്ങൾ പറയുന്നു ഗോഡ് ഫാദർ എന്ന്, പിന്നെ നാമരൂപത്തിൽ നിന്നും വേറിട്ടത് എന്നും പറയുന്നു. ആകാശം പോളാറാണ്, അതിനും നാമമുണ്ട്, ആകാശം. നമ്മൾ ബാബയുടെ നാമവും രൂപവും മറ്റും അറിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ശരി, സ്വയം അറിയുന്നുണ്ടോ? ശരി, ഞാൻ ആത്മാവാണ്. ശരി, ആത്മാവിൻ്റെ നാമവും രൂപവും പറയൂ. പിന്നെ പറയുന്നു, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്.
ആത്മാവ് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാവുക സാധ്യമല്ല. ആത്മാവ് ഒരു ബിന്ദുവാണ്, സ്റ്റാർ പോലെയാണ്. ഭൃഗുടിയുടെ മധ്യത്തിൽ വസിക്കുന്നു. ആ ചെറിയ ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനാൽ 7 ദിവസത്തെ ഭട്ടി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ദ്വാപരം മുതൽ രാവണ രാജ്യം ആരംഭിച്ചു. അപ്പോൾ മുതൽ വികാരങ്ങളുടെ പ്രവേശനമുണ്ടായി. ഏണിപ്പടി ഇറങ്ങി വന്നു. ഇപ്പോൾ എല്ലാവരെയും ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. കറുത്തുപോയി. അതിനാൽ വിളിക്കുന്നു, ഹേ ജ്ഞാന സൂര്യ, വരൂ, വന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകൂ. ജ്ഞാന അഞ്ജനം സദ്ഗുരു നൽകി. അജ്ഞാന അന്ധകാരം വിനാശമായി. ബുദ്ധിയിൽ ബാബ വരുന്നു. ജ്ഞാന അഞ്ജനം ഗുരുവാണ് നൽകിയത് എന്നല്ല. ഗുരുക്കന്മാർ അനേകമുണ്ട്. അവരിൽ ജ്ഞാനം എവിടെയാണുള്ളത്? അവർക്ക് മഹിമയൊന്നുമില്ല. ജ്ഞാനസാഗരവും പതീത പാവനനും സർവരുടെയും സദ്ഗതിദാതാവും ഒരേ ഒരു ബാബയാണ്. പിന്നെ രണ്ടാമത് ആർക്കെങ്കിലും എങ്ങനെ ജ്ഞാനം നൽകുവാൻ സാധിക്കും? ഭഗവാനിൽ ലഭിക്കാൻ അനേകം വഴികളുണ്ട് എന്ന് സന്യാസിമാർ പറയുന്നു. ശാസ്ത്രങ്ങൾ പഠിക്കുക, യജ്ഞം, തപം തുടങ്ങിയവ ചെയ്യുക, ഇതെല്ലാം ഭഗവാനിൽ ലഭിക്കാനുള്ള മാർഗങ്ങളാണ്. എന്നാൽ പതീതർക്ക് പിന്നെ പാവന ലോകത്തിലേക്ക് എങ്ങനെ പോകുവാൻ സാധിക്കും? ബാബ പറയുന്നു, ഞാൻ സ്വയം വരുന്നു. ഭഗവാൻ ഒന്നേ ഉള്ളൂ. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ ദേവതയാണ്. അവരെ ഭഗവാൻ എന്ന് പറയില്ല. അവരുടെയും പിതാവ് ശിവനാണ്. പ്രജാപിത ബ്രഹ്മ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ. പ്രജകൾ ഇവിടെയാണുള്ളത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായി അനേകം BKs ഉണ്ട്. സമ്പത്ത് ശിവനിൽ നിന്നും ലഭിക്കുന്നു, അല്ലാതെ ബ്രഹ്മാവിൽ നിന്നല്ല. സമ്പത്ത് ദാതായിൽ നിന്നും ലഭിക്കുന്നു. ബ്രഹ്മാവിലൂടെ ഇരുന്ന് സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരാക്കി മാറ്റുന്നു. ബ്രഹ്മാവിലൂടെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. കുട്ടികളും പറയുന്നു, ബാബ, നമ്മൾ അങ്ങയുടേത് തന്നെയാണ്. അങ്ങിൽ നിന്നും സമ്പത്ത് നേടുന്നു. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരിയുടെ സ്ഥാപന നടക്കുന്നു. ശിവ് ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ശ്രീമദ് അഥവാ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം ഭഗവാന്റെ ഗീതയാണ്. ഭഗവാൻ ഒരേ ഒരു നിരാകാരനാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളായ നിങ്ങൾ 84 ജന്മമെടുത്തു. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. വളരെ കാലം വേർപിരിഞ്ഞിരുന്നത് ഭാരതവാസികൾ തന്നെയായിരുന്നു. രണ്ടാമതൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. അവർ തന്നെയാണ് ആദ്യം വേർപിരിഞ്ഞത്. ബാബയിൽ നിന്നും വേർപിരിഞ്ഞ് ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, ഇപ്പോൾ പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇതാണ് ഓർമ്മയുടെ യാത്ര അഥവാ യോഗാഗ്നി. നിങ്ങളുടെ ശിരസിൽ ഏതെല്ലാം പാപങ്ങളുടെ ഭാരമുണ്ടോ അത് ഈ യോഗാഗ്നിയിലൂടെ ഭസ്മമാകും. ഹേ മധുരമായ കുട്ടികളെ, നിങ്ങൾ ഗോൾഡൻ ഏജിൽ നിന്നും അയൺ ഏജിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. ഇത് ബുദ്ധിയുടെ കാര്യമാണല്ലോ. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ ആത്മാവാണല്ലോ. ഇത് നിങ്ങളുടെ ശരീരമാണ്. ഞാൻ എന്ന് ആത്മാവാണ് പറയുന്നത്. നിങ്ങളെ രാവണൻ പതീതമാക്കി. ഈ കളി തയ്യാറാക്കപ്പെട്ടതാണ്. പാവന ഭാരതവും പതീത ഭാരതവും. എപ്പോൾ പതീതമാകുന്നുവോ അപ്പോൾ ബാബയെ വിളിക്കുന്നു. രാമരാജ്യം വേണം പറയുന്നുമുണ്ട്, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ജ്ഞാനം നൽകുന്ന ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു ബാബയാണ്. ബാബ തന്നെ വന്ന് സെക്കൻഡിൽ സമ്പത്ത് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയുടേതായിരിക്കുന്നു. ബാബയിലൂടെ സൂര്യവംശിയുടെയും ചന്ദ്രവംശിയുടെയും സമ്പത്ത് നേടുവാൻ. പിന്നെ സത്യയുഗത്തിലും ത്രേതായിലും നിങ്ങൾ അമരമാകുന്നു. അവിടെ ഇന്നയാൾ മരിച്ചുപോയി എന്ന് പറയില്ല. സത്യയുഗത്തിൽ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. നിങ്ങൾ കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു.
ദുഃഖത്തിൻ്റെ പേരേ ഉണ്ടായിരിക്കുന്നില്ല. അതിനെ പറയുന്നത് സുഖധാമം എന്നാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നു. അവിടെ വളരെയധികം വൈഭവങ്ങളുണ്ട്. ഭക്തിമാർഗത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആ സമയത്തും എത്ര ധനമുണ്ടായിരുന്നു! ഭാരതം എന്തായിരുന്നു! ബാക്കി മറ്റെല്ലാ ആത്മാക്കളും നിരാകാരി ലോകത്തിലായിരുന്നു. കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞു, ഉയർന്നതിലും ഉയർന്ന ബാബ ഇപ്പോൾ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ. പിന്നെ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, സൂക്ഷ്മവതനവാസികൾ, പിന്നെ ഈ ലോകം. ജ്ഞാനത്തിലൂടെ തന്നെയാണ് കുട്ടികളായ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നത്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന പാടപ്പെടുകയും ചെയ്യുന്നു. പഴയ ലോകത്തോട് വൈരാഗ്യം വരുന്നു, അതായത് വിരക്തി വരുന്നു. കാരണം സത്യയുഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ഇപ്പോൾ ബാബു പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ എൻ്റെ അടുക്കൽ എത്തിച്ചേരും. ശരി, മധുരമായ സിക്കില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശിരസിൽ ഏതെല്ലാം പാപങ്ങളുടെ ഭാരമുണ്ടോ അതിനെ യോഗ അഗ്നിയിലൂടെ ഭസ്മമാക്കണം. ബുദ്ധി കൊണ്ട് ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു ബാബയെ ഓർമ്മിക്കണം. വിളിക്കുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നതിന് പകരം തൻ്റെ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം. ശാന്തി കഴുത്തിലെ മാലയാണ്. ദേഹാഭിമാനത്തിൽ വന്ന് ഞാൻ, എൻ്റെ എന്ന വാക്കുകൾ പറയരുത്. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ഉണ്ടാക്കണം. വരദാനം: തൻ്റെ സതോ ഗുണി ദൃഷ്ടിയിലൂടെ അന്യ ആത്മാക്കളുടെ ദൃഷ്ടിയും വൃത്തിയും പരിവർത്തനപ്പെടുത്തുന്ന സാക്ഷാത്കാരമൂർത്തിയായി ഭവിക്കട്ടെ. ദൃഷ്ടിയിലൂടെ സൃഷ്ടി മാറുന്നു എന്ന ചൊല്ലുണ്ട്. അപ്പോൾ താങ്കളുടെ ദൃഷ്ടി ഈ വിധം സതോ ഗുണിയാകണം. അത് എങ്ങനെയുള്ള തമോ ഗുണിയോ രജോ ഗുണിയോ ആയ ആത്മാവിൻ്റെ ദൃഷ്ടിയും വൃത്തിയും അവരുടെ സ്ഥിതിയും മാറണം. ആര് താങ്കളുടെ മുന്നിൽ വന്നാലും അവർക്ക് ദൃഷ്ടിയിലൂടെ 3 ലോകങ്ങളെക്കുറിച്ചും തൻ്റെ മുഴുവൻ ജീവിത കഥയെക്കുറിച്ചും മനസ്സിലാകണം. ഇതുതന്നെയാണ് ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുക എന്നത്. അന്തിമത്തിൽ ജ്ഞാനത്തിൻ്റെ സർവീസ് നടക്കാതെ വരുമ്പോൾ ഈ സർവീസ് നടക്കും. സ്ലോഗൻ: പവിത്രതയുടെ പ്രാക്ടിക്കൽ സ്വരൂപമാണ് സത്യത, അതായത് ദിവ്യത. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനായി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം കുനിയുവാൻ പഠിപ്പിക്കുന്നു. എത്രത്തോളം ഇപ്പോൾ താങ്കൾ സംസ്കാരങ്ങളിലും സങ്കല്പങ്ങളിലും കുനിയുമോ അത്രയും വിശ്വം താങ്കളുടെ മുന്നിൽ കുനിയും. കുനിയുക എന്നാൽ കുനിയിക്കുക എന്നർത്ഥം. സംസ്കാരങ്ങളിലും കുനിയണം. മറ്റുള്ളവർ നമ്മുടെ മുന്നിലും ഒരൽപ്പം കുനിയട്ടെ എന്ന സങ്കല്പം പോലും ഉണ്ടാകരുത്. നമ്മൾ കുനിയുകയാണെങ്കിൽ എല്ലാവരും കുനിയും. ആരാണോ സത്യമായ സേവാധാരി, അവർ എപ്പോഴാണോ എല്ലാവരുടെയും മുന്നിൽ കുനിയുന്നത്, അപ്പോൾ സേവനം ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി. അനേകം
സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെ പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.